നല്ല സോഫ്റ്റായിട്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കണമെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ മതി കേട്ടോ. നല്ല അടിപൊളി ചപ്പാത്തി ഉണ്ടാക്കാം. ഇതിനായിട്ട് നമ്മൾ 4 ഉരുളക്കിഴങ്ങ് എടുത്ത് പുഴുങ്ങി നന്നായിട്ട് പൊടിച്ചെടുക്കുക. പിന്നെ ഒരു സവാള എടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തിടുക. പിന്നെ ഇഞ്ചിയും അതുപോലെ തന്നെ ഗ്രേറ്റ് ചെയ്തിടുക. പിന്നെ നമുക്ക് മല്ലിയില തണ്ടില്ലാണ്ട് ഇട്ടോളൂ കേട്ടോ. പിന്നെ നല്ല ജീരകം, മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ടത് മുളക് പൊടി, പിന്നെ ഉപ്പ്, 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് 3 കപ്പ് ആട്ട ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് 3 കപ്പ് ആട്ടയിലേക്കുള്ള അളവാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇത് ഒട്ടും വെള്ളം ചേർക്കാതെ നന്നായിട്ട് കുഴച്ചെടുക്കാം, ചപ്പാത്തിക്ക് കുഴക്കണ പോലെ. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ എണ്ണ കേട്ടോ. ഏത് കുക്കിംഗ് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം, ബട്ടറോ നെയ്യോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അതിന് ശേഷം നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇനിയിപ്പോൾ എല്ലാതും കുഴച്ച് കഴിഞ്ഞു. ഇനി ഒരു 15 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുക കേട്ടോ. അതിന് ശേഷം നമ്മൾ കുറച്ചധികം പൊടി ഇട്ടിട്ട് പരത്തിയെടുത്തോളൂ, അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കും. ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ കുറച്ചധികം പൊടി ഇട്ടിട്ട് പരത്തിയെടുക്കുക. എന്നിട്ട് നല്ല ചൂടുള്ള തവയിൽ ചുട്ടെടുക്കുക. ആദ്യം നന്നായിട്ട് ചൂടാക്കുക, പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചുട്ടെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ചപ്പാത്തി ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കിക്കോ, നല്ല സ്വാദുണ്ട്. എന്ത് കറിയുടെ കൂടെ വേണമെങ്കിലും കൂട്ടി കഴിക്കാം, തനിയെ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇതിൻ്റെ റിലേറ്റഡ് വീഡിയോയിലുണ്ട്, അത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബൈ.